ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്രദ്ധിക്കണം സിനി, അവളെയും അവളുടെ അമ്മയും. കൊല്ലാനുള്ള കുറ്റം അവള് ചെയ്തിട്ടുണ്ട്. ശിക്ഷ എരന്ന് വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ മടിക്കില്ല. അവർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെന്നൊരു തോന്നലുണ്ടായ അവര് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അവരുടെ ചിന്തയില് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. കേൾക്കുന്നുണ്ടോ നീ? അമ്മേ, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ വേഷം കെട്ടലുകളുടെ കൂടെ കൂടുതലും പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടാനൊന്നും എനിക്ക് പറ്റില്ല. ഇനി ഒരിക്കൽ അമ്മ ഇതുപോലെ വന്നാ ഞാൻ കളരിക്കൽ വിട്ടു പോവും. വാശിയാണോ നിനക്ക്? അതെ, ഇക്കാര്യത്തില് വാശി തന്നെയാ. എന്നാ കേട്ടോ, അങ്ങനൊരു കാര്യം നീ ചെയ്ത പിന്നെ നിന്റെ ജീവിതത്തിൽ നീ നിന്റെ അമ്മയെ കാണില്ല. എന്ത് ചെയ്ത് അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. അമ്മേ, നവീന്റെ വീട്ടിലേക്ക് വരരുതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതല്ലേ? വന്നാലുള്ള അനുഭവം എന്താന്ന് ഇപ്പൊ ബോധ്യമായല്ലോ. ഉഗ്രവിഷമുള്ള നാഗത്തിനെ കണ്ടത് നീ തന്നെയല്ലേ? നാഗത്തിന്റെ വിഷം മാത്രമല്ല, ചില മനുഷ്യരുടെ ഉള്ളിലും വിഷമുണ്ട്. അവളെ കുറിച്ചാ ഞാൻ പറഞ്ഞ, കൃഷ്ണയെ കുറിച്ച്. എന്താ അവളുടെ നമ്മുടെ മുന്നിലുള്ള വിനയം? എങ്ങനെയാ നവീന്റെ അടുത്ത് നിൽക്കുന്നേ? നവീൻ പരപുരുഷനല്ലേ? നാട്ടിൻപുറത്തെ ശുദ്ധഗതിക്കാരിയുടെ ചോദ്യങ്ങളൊക്കെ മമ്മി കേട്ടിരുന്നതല്ലേ? പക്ഷേ അതിന്ന് ഞാൻ നേരിട്ട് കണ്ടു എങ്ങനെയാ നിൽക്കുന്നതെന്നും പെരുമാറുന്നതെന്നും. കൃഷ്ണ അവിടെ നിൽക്കുന്നത് നവീന്റെ വേലക്കാരിയായിട്ടല്ല, ഭാര്യയായിട്ടാണ്. ഒരു ഫംഗ്ഷനില് ഭർത്താവിനോട് ഭാര്യ അടുത്ത് പെരുമാറിയില്ലെങ്കിൽ ചുറ്റിനുള്ളവര് സംശയിക്കില്ലേ? മാത്രമല്ല, കളരിക്കൽ തറവാട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയില്ല. അവിടെ എത്ര പേരുണ്ട് സൂക്ഷിച്ചു നോക്കാനും കണ്ടുപിടിക്കാനും. ശരിയാ മാഡം, ആ നിർമ്മലയും ഉദയനെയും കീർത്തിയൊക്കെ വിശ്വസിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് കൃഷ്ണ വളരെ അഡ്ജസ്റ്റ് ചെയ്താ പെരുമാറുന്നേ. ഓ, അവളെ അങ്ങ് ന്യായീകരിക്കാൻ തുടങ്ങിയാല് രണ്ടു പേർക്കും നല്ല നാവാ. കൊള്ളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാ മമ്മിയുടെ വയറ്റിൽ ഞാൻ ജനിക്കേണ്ടിയിരുന്നില്ല. അവളെ പോലെ ഏതെങ്കിലും തെരുവിൽ ചെന്ന് കിടന്നിരുന്നെങ്കിൽ എടുത്തുകൊണ്ടുവന്ന് കൂടെ നിർത്തി സ്നേഹിക്കുമായിരുന്നല്ലോ. ഓ, മമ്മി വിഷമിക്കൊന്നും വേണ്ട. കളരിക്കല്ല് നാഗശാപം ഉണ്ട്. അത് വീണ്ടും വീണ്ടും എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. പൂജയും മറ്റും കഴിയുന്നത് വരെ എന്നെ കൊണ്ട് ആ കാര്യത്തില് ഒരു ശല്യം ഉണ്ടാവില്ല. ഓക്കേ? മാം, കൃഷ്ണയുടെ അമ്മയുടെ വരവ് മാമിനെ വല്ലാതെ അലട്ടുന്നുണ്ടല്ലേ? അവളുടെ വരവ് മാത്രമല്ല സിനി, അവള് വന്ന വരവ്, പെരുമാറ്റം, ഇതൊക്കെ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാ. പണ്ട് എന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുമ്പോ അവളുടെ ശബ്ദം കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കാതു കൂർപ്പിച്ച് നിൽക്കണമായിരുന്നു. അതേ അവള് തന്നെയാ ഇന്ന് കൽപ്പിക്കുന്ന സ്വരത്തിൽ എന്റെ അടുത്ത് സംസാരിച്ചത്. ഒന്നുകിൽ മകക്ക് കിട്ടിയ സൗഭാഗ്യത്തില് അവൾ അഹങ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ വെല്ലുവിളിച്ച് കളയാന്ന് അവള് തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ശ്രീനിവാസൻ സാറിനോട് പിന്നീടുള്ള അടുപ്പായിരിക്കും അവരുടെ മാറ്റത്തിനുള്ള കാരണം, അല്ലേ മാം? പക്ഷെ കൃഷ്ണയും സുനിതയൊക്കെ അവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ലല്ലോ. അവർക്കൊക്കെ എന്തറിയാം? നാട്ടിൻ പുറത്തെ പാവപ്പെട്ട ഒരമ്മ. ആ ചിത്രമല്ലേ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നെ ചതിച്ചതോ, എന്റെ ജീവിതം നശിപ്പിച്ചതോ, എന്റെ ഭർത്താവിനെ തട്ടിയെടുത്തതോ അതൊന്നും അറിയില്ലല്ലോ അവർക്കാർക്കും. പക്ഷേ കൃഷ്ണ ഒരു പാവം മാം. കൃഷ്ണയുടെ ഭാഗത്തു നിന്നും മാമിനൊരു ആപത്തും വരില്ല, അതെനിക്ക് ഉറപ്പാ മാം. ചതി പറ്റിയവളാ ഞാൻ. ഹൃദയത്തിൽ കൊണ്ടു നടന്നവള് നെഞ്ചിൽ തന്നെ കുത്തി പരിക്കേൽപ്പിച്ചതാ.
ഒരാളെയും അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ശ്രദ്ധിക്കണം സിനി, അവളെയും അവളുടെ അമ്മയും. കൊല്ലാനുള്ള കുറ്റം അവള് ചെയ്തിട്ടുണ്ട്. ശിക്ഷ എരന്ന് വാങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ മടിക്കില്ല. ബഹളം വല്ലതും ഉണ്ടായോ തങ്കേച്ചി? സിത്താര മാഡം എന്നെ ചോദ്യം ചെയ്യാനൊക്കെ വന്നു. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയില്ല. ഞാൻ ചടങ്ങിലും പങ്കെടുത്തു, എല്ലാവരുടെയും കൂടി ഇരുന്ന് ഭക്ഷണവും കഴിച്ചു. എന്റെ കാര്യത്തില് എല്ലാവരും നല്ല വാക്കാ പറഞ്ഞത്. ഉം. കാര്യം ശരിയാ, ഞാൻ വേലക്കാരിയാണ്, വളർത്തമ്മയെ പോലെയെന്നൊക്കെ അവര് പറഞ്ഞു. പക്ഷെ അതൊന്നും എന്റെ മനസ്സിൽ കൊണ്ടില്ല ഗോപാല. ഞാൻ ആഗ്രഹിച്ച കാര്യം നടന്നല്ലോ. കൃഷ്ണ എന്തു പറഞ്ഞു? ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് തന്നെയാ അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നിങ്ങൾക്കറിയോ, നിങ്ങളോട് ആരോടും പറയാത്ത ഒരു ജീവിതമുണ്ട് എനിക്ക്. ഒരു കനല് പോലെ എന്റെ നെഞ്ചിൽ സൂക്ഷിക്കുന്നത്. ആത്മാവ് പകത്തു കൊടുത്ത് എന്റെ മോളോട് പോലും ഞാനത് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും സിത്താര മാഡത്തിനോട് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബഹുമാനം ഞാൻ കൊണ്ടു നടന്നിരുന്നു. അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല. ഇനി എന്റെ മോളുടെ ഭാവിയാണ് എനിക്ക് പ്രശ്നം. അവളുടെ കഴുത്തിൽ നവീൻ കെട്ടിയ താലി അഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിനിപ്പോ സിത്താര മാഡം ആയാലും വേറെ ആരൊക്കെ വരിവരിയായി നിന്നെ എതിർത്താ പോലും സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. അമ്മയും മോളും പ്രതീക്ഷിക്കുന്നത് ഈ പരിഹാര പൂജ നടക്കുന്നതിനിടയില് എപ്പോഴെങ്കിലും എന്റെ മകള് സർപ്പകോപം കൊണ്ട് മരിക്കുമെന്നല്ലേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇത്രയും കാലം ഞാനും ആരാധിച്ചിരുന്നത് നാഗദൈവങ്ങളെ തന്നെ. അവർക്ക് വിളക്ക് വെച്ച് തഴമ്പിച്ച കൈയാ ഇത്. ആ നാഗദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കും. എന്റെ മോളുടെ ജീവന് വേണ്ടി ഞാൻ ഇരക്കും. അവരത് തിരിച്ചു തരും സുനന്ദേ, എനിക്കത് ഉറപ്പാ. ഇനി അഥവാ എന്റെ മോളോട് അങ്ങനൊരു കാരുണ്യം നാഗദൈവങ്ങൾ കാണിച്ചിട്ടില്ലെങ്കിൽ അവളുടെ ജീവൻ എടുക്കാൻ നാഗദൈവങ്ങൾ തീരുമാനിക്കുന്ന ദിവസം തങ്കത്തിന്റെ ജീവനും തീരും.